ഇതാ ഒരുത്തൻ കിടന്നുറങ്ങുന്നു. പക്ഷേ ഇവൻ ഉറങ്ങുകയല്ല. ഏതോ ഒരു ഓടയുടെ കോണിൽ കിടന്നയാണിവൻ. ആരോ എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടു. പാമ്പാണിവൻ. ഇവൻ പാമ്പാവാൻ എന്താണ് കാരണം? മോനെ മക്കളെ, മോനെ ശശി, എടാ എഴുതിക്കടാ. മോനെ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ മക്കളെ. എന്റെ മോൻ ഇങ്ങനെ അല്ലായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നീ ശിവന്റെ കൂടെയാ പടത്തിന് പോയതാ? ഏതൊരു പടം? നല്ല പടമാണോ? നാളെ നമുക്ക് പോവാം കേട്ടോ. ഞാൻ എന്റെ ബൈക്കിൽ കൊണ്ടുപോയി. അച്ഛനോടൊന്നും പറയണ്ട. പോരെ, നാളെ പോവാം. ശരി, ഓക്കെ. ഓരോ പെൺപിള്ളേര് അവളുമാർക്ക് പടത്തിനും ഉണ്ടാകുന്ന ജോബം. ചെറുക്കാ, നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടാ? നിന്റെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ഇന്ന്? പെൺപിള്ളേരൊക്കെ ഉണ്ടോടാ? കാണാനുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ടോടാ? പിന്നെ നീ എന്തിനാടാ ക്ലാസ്സിൽ പോയത്? എടാ, ക്ലാസ്സിൽ പോയാൽ അതൊക്കെ നോക്കണം. പിന്നെ നീ എന്നെ ആണെന്നും പറഞ്ഞിരിക്കുന്നേ? ആട്ടെ, നിനക്ക് ഞാൻ പുതിയൊരു ആളെ പരിചയപ്പെടുത്തി തരട്ടെ? എടാ, ഒരു കുഴപ്പമില്ലടാ. ഇതൊക്കെ ഇല്ലാതെ എന്ത് ക്യാമ്പസ് ജീവിതം? എന്തൊക്കെ മോശം? ഒരു മോശവും ഇല്ല. എടാ, ഇതൊക്കെ ഇല്ലാതെ ക്യാമ്പസ് ജീവിതം ഒന്നും ഇല്ല. എൻജോയ്മെന്റ് ആണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓ, അവള് വിളിക്കാൻ തുടങ്ങി. ഹലോ. ആടി ചക്കര. ഇല്ല, നാളെ ഉച്ചക്കോ? നാളെ ഉച്ചയ്ക്ക് ഫ്രീയാ? വന്നേക്കാം. ശരി എന്നാൽ. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ടേക്ക് കെയർ. എടാ, മാറിയെന്ന്. എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. നീ സംസാരിക്കും. ഹലോ ഡേ. ഞാൻ പറഞ്ഞില്ലേ പുതിയ ചെറുക്കൻ. ഞാൻ അവനെ പരിചയപ്പെടുത്താം. ഞാൻ അവന് കൊടുക്കാം ഫോൺ. കാര്യമായിട്ടൊന്ന് ഡീൽ ചെയ്തോണേ. ശരി, കൊടുക്കാം. ഹലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അവളുടെ വലയിൽ കുടുങ്ങി. അവര് തമ്മിൽ ഇഷ്ടത്തിലായി. പാവം പയ്യൻ. ആത്മാർത്ഥമായ പ്രണയം. അവൻ അറിയുന്നില്ലല്ലോ ഇതൊന്നും. പാവം. ഇല്ല. ആണോ? നീ വീട്ടിൽ പറഞ്ഞോ? പേടിക്കാനൊന്നുമില്ലടി. ഞാനില്ലേ നിന്റെ കൂടെ. നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താടാ? ആരുടെ? അതിന് അവളെ ഞാൻ സ്നേഹിച്ചതാ. സ്നേഹിച്ചതോ? അവളെയോ? എടാ, അവളെല്ലാം വെറും പോക്കാടാ. ചേട്ടാ എങ്ങനെയൊക്കെ പറയുന്നേ?
നീ എന്തിനാ വിഷമിക്കുന്നേ? അവള് പോയെങ്കിൽ അവളെ പോലെ 100 പേരെ ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരും. നീ എന്തിനാ വിഷമിക്കുന്നേ? ഈ പ്രേമ നൈരാശ്യം അവനെ ഈ വിധത്തിലാക്കി, മുഴുകുടിയനാക്കി മാറ്റി. അവളെന്നെ പറ്റിച്ചു. ഇങ്ങനെ എത്രയോ പേർ വഞ്ചിക്കപ്പെടുന്നു. ഇവർക്ക് ഇതൊരു തമാശ. പക്ഷെ തകരുന്നതോ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ. തിരിച്ചറിയുക ഇത്തരം കാപട്യങ്ങളെ. വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമുക്ക് കരുതലോടെ നീങ്ങാം.